ഓക്കെ, നമ്മൾ ചെയ്യാൻ പോകുന്നത് പെപ്പ് 10 ആണ്. 2014 ഡിസംബറിൽ 10 മാർക്കിന് ചോദിച്ച ക്വസ്റ്റ്യനാണ്. ഈ ക്വസ്റ്റ്യൻ നല്ല ഇത് ഞാൻ 4 സ്റ്റാർ ആണ് റേറ്റിംഗ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, 4 സ്റ്റാർ റേറ്റിംഗ്. എങ്ങനെയുണ്ട് സ്റ്റാർ? നന്നായി മേലായിട്ട് അല്ലേ? ഓക്കെ, ഇതിലെ നമ്പർ ഓഫ് വർക്കേഴ്സ് ഇൻ സ്റ്റാൻഡേർഡ് ഗ്യാങ് തന്നിട്ടില്ലേ? 16, 12, 8, 36. സ്റ്റാൻഡേർഡ് റേറ്റ് തന്നിട്ടുണ്ട് അല്ലേ? എളുപ്പമായി 60, 30, 10. പക്ഷെ എന്ത് തന്നിട്ടില്ല? ആക്ച്വൽ ഗ്യാങ് തന്നിട്ടില്ല. അത് കാണാൻ വേണ്ടിയിട്ടുള്ള ചില പോയിന്റുകൾ താഴത്തെ ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഇൻഡയറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. ക്ലിയർ അല്ലേ? നമ്മൾ ഈ ക്വസ്റ്റ്യൻ ഒരുമിച്ച് ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ പറയാം. ഇപ്പോൾ തൽക്കാലം ഡിസ്കഷനാണ്. ആക്ച്വൽ റേറ്റും തന്നിട്ടുണ്ട്. ടോട്ടലും 70, 20, 20 ഇൻ 40 hours വീക്ക്. അപ്പം നിങ്ങൾ ഇതിനൊക്കെ ഏതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 40 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ അല്ലേ? ഇവിടെ ആക്ച്വൽ നമ്പർ ഓഫ് എംപ്ലോയീസിനും ഏതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 40 കൊണ്ട് മൾട്ടിപ്ലൈ. പക്ഷെ അത് തന്നിട്ടില്ല, കണ്ടെത്തണം. ഗ്യാങ് പ്രൊഡ്യൂസർ 1080 സ്റ്റാൻഡേർഡ് അവർ. നേരത്തെ നമ്മൾ പറഞ്ഞ ഇതേ കോൺസെപ്റ്റ് തന്നെയാണ് ഇവിടെ ഉള്ളത്. ഓക്കെ അല്ലേ? ഏത് തൊട്ട് മുൻപ് നമ്മൾ ഒരു 1800, 2000 പറഞ്ഞില്ലേ? ഓക്കെ ആണോ? യെസ്. അപ്പോൾ ഇവിടെ വേണമെങ്കിൽ ആ നോട്ട് ഇനി എഴുതാം, അല്ലെങ്കിൽ ഡയറക്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. ഡിപ്പെൻസ്, നോക്കാം. യെസ്. അപ്പോൾ ആ ഒരു ഡിസ്റ്റ് ഇവിടെ ഉണ്ട്, മനസ്സിലായി നിങ്ങൾക്ക്? തൊട്ട് മുൻപത്തെ 1700, 2000 കളി പറഞ്ഞില്ലേ? അതേപോലുള്ള പണി ഇവിടെ ഉണ്ട് എന്നാണ് ഉദ്ദേശിച്ചത്. ഓക്കെ അല്ലേ? അവിടുത്തെ വ്യത്യാസം ഇപ്പം എന്താ മനസ്സിലായി? അവിടെ ആക്ച്വൽ നമ്പർ ഓഫ് എംപ്ലോയി തന്നിരുന്നു, ഇവിടെ എന്ത് ചെയ്തിട്ടില്ല? തന്നിട്ടില്ല. അത് കണ്ടെത്തണം. ഓക്കെ അല്ലേ? ഇപ്പം ആക്ച്വൽ ടോട്ടൽ അവർ കാണാൻ പറ്റുമോ? ഇല്ല. കാരണം നമുക്ക് എന്തില്ല? ആക്ച്വൽ നമ്പർ ഓഫ് എംപ്ലോയീസ് എത്രയെന്ന് അറിയില്ല. കണ്ടെത്തണം. ഓക്കെ, ഇനി അതുമായി ബന്ധപ്പെട്ട പോയിന്റാണ് ഇവിടെ. അത് നമ്മൾ ഫുൾ ഫോക്കസ് ചെയ്ത് ശ്വാസം എന്ത് ചെയ്യുക? മുകളിലോട്ട് വലിക്കും, വായിലൂടെ വിടണം. നിങ്ങൾ അറിയില്ല അത് ഏത് മറ്റേ ബ്രീതിങ് എക്സസൈസ് ചെയ്യാറില്ലേ? ഞാൻ പഠിപ്പിച്ചെന്നില്ല. ശരി, വാ. നമ്മളെ നിങ്ങൾക്ക് കുറേ ടെൻഷനൊക്കെ ഉണ്ടാവില്ലേ? റെക്കോർഡിംഗ് ആണ്, റെക്കോർഡിംഗ് അല്ലേ? ആണ്. ഇതാ, നിങ്ങൾ ഭയങ്കര സ്ട്രെസ്ഫുൾ ആവില്ലേ? ഇപ്പോൾ പഠനത്തിലൊക്കെ സ്ട്രെസ്ഫുൾ അല്ലേ? നിങ്ങളുടെ സ്ട്രെസ് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രധാനപ്പെട്ട ഒന്നാണ് വ്യായാമം. ഓക്കെ അല്ലേ? നടത്തോ, ചാട്ടോ, ഓട്ടോ, അങ്ങനെ എന്തെങ്കിലും, അല്ലെങ്കിൽ ജിം പോലെയുള്ളതൊക്കെ. ജിമ്മിലൊക്കെ വർക്കൗട്ട് ചെയ്യുന്ന ആളുകൾ എന്ത് ചെയ്യരുത്? ഹെവി വർക്കൗട്ട് ചെയ്യരുത്. ഓക്കെ, സ്റ്റാൻഡേർഡ് വർക്കൗട്ട് ചെയ്യാൻ പാടുള്ളൂ. ക്ലിയർ? പിന്നെ ജിമ്മിൽ പോകുമ്പോൾ 2 ആഴ്ച പോയിട്ട് നിർത്തിയിട്ട് ഒരു കാര്യമില്ല, റെഗുലറായിട്ട് നീളം പോകണം. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ അപ്പം അല്ലാത്ത ആളുകൾ ചെയ്യേണ്ടത് ചെറിയ വ്യായാമം ചെയ്യുന്നതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട സാധനമാണ് ബ്രീത്തിങ് എക്സസൈസ്. ഇത് നമ്മുടെ ടെൻഷൻ എന്ത് ചെയ്യും? ഇപ്പം നമ്മുടെ നെഗറ്റീവ് തിങ്സിനൊക്കെ നമ്മൾ ഇൻഹൈൽ ചെയ്തിട്ട് പിന്നെ എന്ത് ചെയ്യുക? മറ്റേനെ എക്സൈൽ ചെയ്യുക. അതോ മുകളിൽ പിടിക്കുക, പുറത്ത് വിടുക. ഓക്കെ അല്ലേ? അപ്പോൾ അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരു പാറ്റേൺ ആണ് ഇങ്ങനെ. കൈ ഇങ്ങനെ പിടിക്കില്ല, ചിരിക്കാൻ നിൽക്കരുത്, ചിരിച്ചാൽ തലയായിട്ട് കൂടി. ഓക്കെ, എന്നിട്ട് ഇതാ നമുക്ക് ഇൻഹൈൽ ചെയ്യാം. ഇങ്ങനെ കൈ ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ ആക്കുന്നിട്ട് ഇവിടെ ഹോൾഡ് ചെയ്യുക ഒരു 3 സെക്കൻഡ്. എന്നിട്ട് എന്ത് ചെയ്യാം? എടുക്കുന്നതും മൂക്കിലൂടെയാണ്, പുറത്ത് വിടുന്നത് ഏതിനാ? വായിലൂടെ. കണ്ടോ? ഓക്കെ, കണ്ണടക്ക. റെഡി? ഞാൻ കണ്ണടക്കൂല, നിങ്ങൾ കണ്ണടച്ചു. ഇതാ, പ്രശ്നം. ഓക്കെ, അപ്പോൾ എല്ലാവരും റിലാക്സ്ഡായി. ഇതാ വൈകി ടെൻഷൻ കൂടുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഫോക്കസ് കിട്ടൂല. അപ്പോൾ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള മാർഗ്ഗമാണ് കാലത്തും വൈകിട്ട് ഒരു 20 തവണ വെച്ചിട്ട് എന്ത് ചെയ്യാം? കാലത്തും വൈകിട്ടൊക്കെ ചെയ്താൽ കുറേ എന്ത് ചെയ്യും? ആശ്വാസം കിട്ടും. ഓക്കെ അല്ലേ? യെസ്. പക്ഷെ ഇതൊന്നും നമ്മൾ ചെയ്യില്ല. നമുക്ക് എന്ത് വേണം? ആശ്വാസം വേണം. യെസ്, എന്ന് വായിക്കും. ആക്ച്വൽ നമ്പർ ഓഫ് സെമി skilled workers is 2 times of actual number of unskilled workers. അങ്ങനെ പറഞ്ഞാൽ എന്താ?
അൺസ്കിൽഡ് വർക്കറിന്റെ നമ്പറിന്റെ 2 മടങ്ങാണ് ഏത് സെമി സ്കിൽഡ് അല്ലെ? അങ്ങനല്ലേ പറഞ്ഞേ? ആക്ച്വൽ നമ്പർ ഓഫ് സെമി സ്കിൽഡ് വർക്കേഴ്സ്. സെമി സ്കിൽഡ് ഇതല്ലടാ. ഇതെങ്ങനെയാ പറഞ്ഞത്? 2 times ഓഫ് ആക്ച്വൽ നമ്പർ ഓഫ് അൺസ്കിൽഡ് വർക്കേഴ്സ് വിചാരിക്കുക 10 ആണെന്ന് വിചാരിക്കുക, സപ്പോസ്. എന്നത് എത്ര ആവും? 20. പ്രശ്നമല്ലോ. 10ന്റെ 2 മടങ്ങ്. ഓക്കെ ആണോ? പിന്നെ അതാണ് ഒരു ഹിന്റ്. അടുത്ത മറ്റൊരു ഹിന്റ് കൂടെ അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ടോട്ടൽ നമ്പർ ഓഫ് ആക്ച്വൽ ഹവേഴ്സ് ആർ സെയിം ആസ് സ്റ്റാൻഡേർഡ് ഗ്യാങ്. ദെൻ വാരിയൻസ്, ടോട്ടൽ നമ്പർ ഓഫ് ആക്ച്വൽ ഹവേഴ്സ് പറയുമ്പോൾ നമ്മൾ പറഞ്ഞില്ലേ 40. ദെൻ റേറ്റ് വാരിയൻസ് ഓഫ് സെമി സ്കിൽഡ് വർക്കേഴ്സ് 6400 തന്നിട്ടുണ്ട്. അതെന്താണ്? എഫ് അടിയിൽ പോയിട്ടുണ്ട്, ഫേവറബിളാണ്. അപ്പോൾ അതാണ് നമ്മുടെ കച്ചിത്തുരുമ്പ്. അതിൻ്റെ മുകളിലാണ് നമ്മൾ പിടിച്ചു കയറാൻ പോകുന്നത്. എന്താ തന്നിട്ടുള്ളത്? റേറ്റ് വാരിയൻസ് ഓഫ് സെമി സ്കിൽഡ് വർക്കേഴ്സ്. ആരുടെ മാത്രം? റേറ്റ് വാരിയൻസ് കാണാനുള്ള ഇക്വേഷൻ എന്താ മോനെ മുത്തുമണി? എന്താ? 3 - 2. അതിൻ്റെ ഉള്ളിലിട്ടിട്ട് നമ്മൾ ആരുടെ ഗ്യാങ് കാണാൻ പോവാണ്? ആരെ ആക്ച്വൽ അവർ കണ്ടാൽ മതി? ഇപ്പം സെമി സ്കിൽഡിൻ്റെ. പിന്നെ അതിനെ ഡിവൈഡഡ് ബൈ എത്ര അടിച്ചാൽ മതി? 40 അടിച്ചാൽ മതി. എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. ഓക്കെ, ദാറ്റ്സ് ഓൾ. ഒരു പണിയാ എഴുതി ചെയ്തുതരാം. വർക്കിംഗ് നോട്ട് നമ്പർ 1. അപ്പോൾ പെപ്പ് ഏതാണ്? 10. വർക്കിംഗ് നോട്ട് നമ്പർ 1. computation of ഒരുമിച്ച് ചെയ്യാണ് ഞാൻ പറഞ്ഞു. computation of actual number of employees. Actual number of employees. Actual number of employees. ഓക്കെ അല്ലേ? നമ്മൾ പറഞ്ഞു ആക്ച്വൽ നമ്പർ ഓഫ് എംപ്ലോയീസ് നമ്മൾ ഏതിൻ്റെ മുകളിലാണ് നമ്മൾ കളി തുടങ്ങുന്നത്? പറയൂ. സെമി സ്കിൽഡ് വർക്കേഴ്സിൻ്റെ എന്ത് തന്നിട്ടുണ്ട്? ലേബർ റേറ്റ് വാരിയൻസ്. അപ്പോൾ നമുക്ക് ലേബർ റേറ്റ് വാരിയൻസ് ഓഫ് ഏതാ? സെമി സ്കിൽഡ് വർക്കേഴ്സ് ഈസ് ഈക്വൽ ടു, ഇക്വേഷൻ എന്തായിരുന്നു? 3 - 2. ഒന്ന് നോക്കണം. ഒന്ന് നോക്കിയിട്ട് ഞാൻ ചെയ്തിട്ട് പറഞ്ഞ പോലെ ഇതെന്ത് ഈ വർക്കിനോട്ട് കഴിഞ്ഞിട്ട് എഴുതാൻ സമയം വരും. എന്നിട്ട് എടുത്ത് പോയി മെല്ലെ മെല്ലെ. 3 എന്താ? അപ്പോൾ ഇവിടെ ഇത് ഫില്ല് ചെയ്യാനാണെങ്കിൽ ഇങ്ങനെ ഫില്ല് ചെയ്യും. ലേബർ റേറ്റ് വാരിയൻസ് തന്നിട്ട് എത്ര? 6400. ഇതെന്താ? ഫേവറബിൾ അഡ്വൈസാ? ഫേവറബിൾ. 3 എന്ന് പറഞ്ഞാൽ എന്താ? 3 ആക്ച്വൽ ഹവർ ഇൻറ്റു ഏതാണ്? സ്റ്റാൻഡേർഡ് റേറ്റ്. മറ്റേതാ? ആക്ച്വൽ ഹവർ ഇൻറ്റു ആക്ച്വൽ റേറ്റ്. ഇതാണ് നമ്മുടെ കച്ചിക്കുരുമ്പ്. ഇതിൽ നമ്മൾ ഫില്ല് ചെയ്യുകയാണെങ്കിൽ 6400. ശ്രദ്ധിക്കണം കേട്ടോ. ആക്ച്വൽ ഹവർ അറിയോ? ഇല്ല, അറിയില്ലല്ലോ. അല്ല പ്രശ്നം അല്ലേ? പക്ഷെ എന്തറിയാം? ആക്ച്വൽ സ്റ്റാൻഡേർഡ് റേറ്റ് അറിയാം. അപ്പോൾ ആക്ച്വൽ ഹവർ ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ് എത്ര? ഇയാളുടെ ഉണ്ടാവും. സെമി സ്കിൽഡിൻ്റെ മാത്രം പറയണേ, തെറ്റരുത്. 30 മൈനസ് ആക്ച്വൽ ഹവർ മൈനസ് ആക്ച്വൽ ഹവർ ഇൻറ്റു ആക്ച്വൽ റേറ്റ് അറിയാലോ? എത്ര? 20. ഓക്കെ അല്ലേ? ഒന്നും ചെയ്യാൻ പറ്റില്ലേ? 6400 എന്താണ്? ഫേവറബിൾ. ഓക്കെയാ? അപ്പോൾ 30 ഏതാണ്? ആക്ച്വൽ അവർ മൈനസ് ഏതാ? 20 ആക്ച്വൽ അവർ. അപ്പോൾ എത്ര വരും? 6400 ഫേവറബിൾ ഈസ് ഈക്വൽ ടു 10 ചെയ്ത് 30 രൂപയിൽ 10 ആക്ച്വൽ അവർ. ദെൻ ആക്ച്വൽ ഹവർ ഈസ് ഈക്വൽ ടു ഇൻറ്റുള്ളതാണ്. അപ്പോൾ 6400 ഡിവൈഡഡ് ബൈ 10 ഈസ് ഈക്വൽ ടു എത്ര വരും? 640. ഇതെന്താ ഉദ്ദേശിച്ചത്? സെമി സ്കിൽഡ് വർക്കേഴ്സ് 640 ഹവേഴ്സ് ആക്ച്വലി വർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ അല്ലേ? എത്രയാണ് നമുക്ക് ഒരു ആഴ്ചയിലെ ഹവേഴ്സ് അറിയാന്ന് പറഞ്ഞാൽ? 40 അല്ലേ? അല്ലേ? എടാ 40 പേര് ചെത്തിട്ട് പോയി. എത്രയോ പേര് 40 മണിക്കൂർ വർക്ക് ചെയ്തപ്പോൾ കിട്ടിയതാണിത് 640. അപ്പോൾ എത്രയോ പേര് എങ്ങനെ കാണാം? 640 ഡിവൈഡഡ് ബൈ 40 അടിച്ചാൽ കിട്ടും. എത്ര വരും?
16. ഓക്കെ അല്ലേ? അങ്ങനെ പറഞ്ഞാൽ എന്താ ഉദ്ദേശിച്ചത്? 16 എംപ്ലോയീസ് 40 ഹവേഴ്സ് വെച്ച് വർക്ക് ചെയ്തപ്പോഴാണ് എത്ര വന്നത്? 640 ഹവേഴ്സ്. അടിപൊളിയല്ലേ? അല്ലേ? യെസ്. ഇനി നമുക്ക് പരിപാടി തീർക്കാം. എങ്ങനെ പരിപാടി തീർക്കാം? ഇപ്പം ആരുടെ കിട്ടി? സെമി സ്കിൽഡിൻ്റെ കിട്ടി. ഓക്കെ അല്ലേ? പിന്നെ ഇനി ഏതാണ് നമുക്ക് ഇനി ക്വസ്റ്റ്യൻ സെൻറ്റൻസ് എന്തായിരുന്നു ഒന്ന് വായിച്ചേ. അപ്പോൾ കിട്ടിയ സെമി സ്കിൽഡ് അല്ലേ? മനസ്സിലുണ്ടോട്ടെ? സെമി ആക്ഷൻ നമ്പർ ഓഫ് സെമി സ്കിൽഡ് വർക്കേഴ്സ് ഈസ് 2 times ഓഫ് ആക്ഷൻ നമ്പർ ഓഫ് അൺസ്കിൽഡ്. അൺസ്കിൽഡിൻ്റെ 2. അപ്പം നേരെ പകുതിയാണ് ഏത് വരാം? അൺസ്കിൽഡ് വരാം അല്ലേ? ശരിയല്ലേ? ഇപ്പം നമ്മൾ കണ്ട സെമി സ്കിൽഡ് എത്രയാണ്? 16 അല്ലേ? അത് അൺസ്കിൽഡിൻ്റെ 2 ടൈമാണെങ്കിൽ അതിന് നേരെ പകുതിയാണ് ഏത് വരാം? അൺസ്കിൽഡ് വരാം. ഓക്കെ, അപ്പോൾ ഞാൻ എഴുതാണ്. അപ്പോൾ ഏത് കിട്ടി? ഇപ്പോൾ ഫസ്റ്റത്തെ ആളാണ് ഫസ്റ്റ് സെമിയ. നമ്മുടെ ഓർഡറിൽ ഫസ്റ്റ് ആരാണ്? സ്കിൽഡ്. അതാ പറഞ്ഞത്, സ്കിൽഡാണ്. അറിയോ? ഇല്ല, അവിടെ വെക്കട്ടെ. പിന്നെ ഏതാണ്? സെമി സ്കിൽഡ്. പിന്നെ ഏതാണ്? അൺസ്കിൽഡ്. ഇതിലിപ്പോൾ ഏതാണ് നമ്മൾ കണ്ടെത്തിയത്? ഹെഡിങ്ങിൽ തന്നെ ഏതാണ്? സെമി സ്കിൽഡാണ് കണ്ടെത്തിയത്. സെമി സ്കിൽഡ് ഇതല്ലേ? 16 അല്ലേ? അങ്ങനെയാണെങ്കിൽ സ്കിൽഡ് എത്രയാവും? 8 ആവും. ഓക്കെ അല്ലേ? ഇനി ഇത് കാണാൻ വേറൊരു ട്രിക്ക് ഉണ്ട്. ആ ക്വസ്റ്റ്യനിൽ വേറെ സാധനം പറഞ്ഞിരുന്നു. എല്ലാവരും ഇത് വായിക്കും. ഞാനത് ജസ്റ്റ് വായിച്ചു പോയിട്ടുള്ളൂ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാം, അത് സ്ട്രെസ് ചെയ്ത് പറഞ്ഞുതരാം. എന്താണ്? ടോട്ടൽ നമ്പർ ഓഫ് ആക്ച്വൽ വർക്കേഴ്സ് ആർ സെയിം ആസ് സ്റ്റാൻഡേർഡ് ഗ്യാങ്. അങ്ങനെ പറഞ്ഞാൽ എന്താ? ഇവിടുത്തെ സ്റ്റാൻഡേർഡ് ഗ്യാങ്ങിൽ 36 അല്ലേ? അത് ഇവിടെ എത്ര തന്നെയാണ്? 36. ടോട്ടലി എത്രയാണ്? 36. ഓക്കെ അല്ലേ? ക്ലിയർ? ഇനി ഞാൻ പറയേണ്ട ആവശ്യമുണ്ടാ? അപ്പോൾ 36 ടോട്ടൽ കിട്ടിയത്. അപ്പോൾ ടോട്ടലിൽ നിന്ന് മറ്റു കുറച്ച് ഇത് കിട്ടും. അപ്പോൾ അതായത് ഇത് 36 ടോട്ടൽ വരും അല്ലേ? ടോട്ടൽ എന്താണ്? സെയിം ആസ് ഏതാണ്? സ്റ്റാൻഡേർഡ്. അങ്ങനെ പറഞ്ഞില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും എങ്ങനെയാണ് ഇത് എഴുതുക? 16 + 8 എത്ര വരും? 24. 36 പോയ ബാക്കി എത്ര? 12 ഇത് ബാലൻസിങ് ഫിഗർ ആണെന്ന് പ്രത്യേകം എഴുതി വെച്ചാൽ നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത് അല്ലേ? എന്ന് എഴുതി വെച്ചു. ഇതാണ് ഫുള്ളി വർക്കിനോട്ടൊന്ന് കഴിയട്ടെ. മെല്ലെ പോകും. ഫുള്ള് കംപ്ലീറ്റ് ചെയ്തിട്ട് മതിയാ ചെയ്യല്? മെല്ലെ പോയാൽ പോരെ? ബേർഡൻ തോന്നണ്ട. പൊക്കണമെങ്കിൽ പറഞ്ഞു പൊക്കി തരാം. ഓക്കേണാ? കുറച്ച് പൊക്കല്ലേ? സ്വൽപ്പ ഈ കന്നഡയിൽ കുറച്ച് എന്നുള്ളതിന് പറഞ്ഞാണ് സ്വൽപ്പ. അതുപോലെ നന്നായിട്ടുണ്ട് എന്നുള്ളതിന് ചെനാಗಿದೆ. ഇപ്പോൾ സാധനമൊക്കെ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ചായ കൊടുക്കുന്നുണ്ട്, ഭക്ഷണം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചായ് തഗോൾഡ്രെ. ಚೆನ್ನಾಗಿದ ಭಕ್ಷಣಕ್ಕೆ ಚೆನ್ನಾಗಿದ. അപ്പം ಚೆನ್ನಾಗಿ. അപ്പോൾ നമ്മൾ ಚೆನ್ನಾಗಿ തീന പറയണം. ಚೆನ್ನಾಗಿದೆ എനിക്കറിയാലേ? എന്ന് പറയണ്ട, ഞാൻ പറയില്ലായിരുന്നു. ആർക്കും അറിയില്ല വെച്ചിട്ട് പറഞ്ഞു.
കഴിഞ്ഞില്ലേ? ഫിനിഷ്. ഷെർബാൻ കഴിഞ്ഞില്ലേ? നായി. പറയട്ടെ? കിട്ടിയില്ലേ? ഇനി പറയേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ അല്ലേ? കംഫർട്ടബിൾ അല്ലേ? അപ്പോൾ എന്ത് തന്നില്ല അവിടെ? ആക്ച്വൽ ഗ്യാങ്ങിൽ എത്ര പേര് വെച്ചിട്ടുണ്ടെന്ന് തന്നില്ല. നമ്മളത് വളരെ വ്യക്തമായി എന്ത് ചെയ്തു? കണ്ടെത്തി. ഓക്കെ അല്ലേ? യെസ്. ആരുടെ ഹിൻ്റാ തന്നത്? സെമി സ്കില്ല്. അത് വെച്ചിട്ട് നമ്മൾ ഒക്കെ കണ്ടെത്തി. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോകണം? നമുക്കിനി എന്താ വേണ്ടത്? കമ്പോണൻറ്റ് നോക്കിയാൽ മതി ഓരോന്നില്ലേ. സ്റ്റാൻഡേർഡ് അവർ വേണ്ടേ? ഓക്കെ, യെസ്. ഇതിപ്പോൾ കിട്ടിയ സ്ഥിതിക്ക് നമുക്ക് വേണമെങ്കിൽ ആക്ച്വൽ അവർ കാണാം. അത് കാണാം. വർക്കിംഗ് നോട്ട് നമ്പർ ഏതാണ്? 2. വേഗം കണ്ടോ? ഒരുമിച്ച് കണ്ട് ചെയ്തു. ആക്ച്വൽ ഹവർ എങ്ങനെ കാണാം? ഫസ്റ്റത്തെ ആളാരാ? സ്കിൽഡ്, എസ് കൊടുക്കാം. പിന്നെ സെമി സ്കിൽഡ്, SS കൊടുക്കാം. പിന്നെ ഏതാ? അൺസ്കിൽഡ് കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ മനസ്സിലായില്ലേ എത്ര പേരൊക്കെ ഉണ്ട്? സ്കിൽഡിൽ എത്ര പേരുള്ളത്? 12, പിന്നെ 16, 12, 16, പിന്നെ 8. ഇവരൊക്കെ എത്ര മണിക്കൂറാണ് വർക്ക് ചെയ്ത്? 40. ഓക്കെ അല്ലേ? എത്ര? 40, 450, 80. ഓക്കെ, 640, 320. ഓക്കെ അല്ലേ? ദിസ് ഈസ് വാട്ട് ഈസ് ആക്ച്വൽ അവർ. ഇതിൻ്റെ ടോട്ടൽ നമുക്ക് ആവശ്യമുണ്ട്. ഓക്കെ അല്ലേ? വരും 1440. നമുക്ക് ഏത് പോവാം? സ്റ്റാൻഡേർഡ് അവർ കാണാം. വർക്കിംഗ് നോട്ട് നമ്പർ ഏതാ? 2. ഗ്രേറ്റ്. സ്റ്റാൻഡേർഡ് അവർ ഫോർ ആക്ച്വൽ ഔട്ട്പുട്ട്. സ്കിൽഡിന് എത്രയാണ്? സ്കിൽഡിൻ്റെ ഗ്യാങ്ങിലുള്ള ആളുകൾ 16 പേരല്ലേ? അല്ലടാ, ക്വസ്റ്റ്യൻ കണ്ട നിങ്ങൾ ശരിക്കും? 16 ഇൻറ്റു എത്രയാണ്? 40. അപ്പോൾ എത്ര വരും? 640. സെമി സ്കില്ലിൽ എത്ര പേരുണ്ട്? സ്റ്റാൻഡേർഡിൽ 12 പേര്. ഇൻറ്റു 40, 480. ഒരുമിച്ച് ചെയ്യണമെങ്കിൽ വെറുതെ പൊട്ടം ബിസ്ക്കറ്റാണ് എഴുതിയിരിക്കണ്ട. മറ്റേ ഗ്യാങ്ങിൽ എത്ര ഏതാ? 8 ഇൻറ്റു 40, 320. ഓക്കെ അല്ലേ? ഇതൊക്കെ എത്രയെന്നുള്ളതാണെന്നാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞത്. ഒരു നമ്പർ തന്നിട്ടില്ലേ? വായിച്ച ആ ഭാഗം വായിച്ചത് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്രിട്ടിക്കൽ പാർട്ട് ഓഫ് ദിസ് ക്വസ്റ്റ്യൻ. ഇൻ 40 hours വി ഗ്യാങ് പ്രൊഡ്യൂസ്ഡ് 1080 സ്റ്റാൻഡേർഡ് അവേഴ്സിനല്ലേ? അപ്പോൾ ഇത് എത്ര ഉള്ളത്? 1080 നമുക്ക് വേണ്ടത് എത്രയുള്ളത്? 1440 വേണം. ഓക്കെ അല്ലേ? യെസ്. ഇത് മുന്നേ ഞാൻ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം, നോട്ട് തരാം. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ ഇത് അങ്ങനെ കൺവേർട്ട് ചെയ്യണ്ടേ? അപ്പോൾ സ്റ്റാൻഡേർഡ് അവർ ഈസ് ഈക്വൽ ടു സെമി സ്കിൽഡിൻ്റെ എങ്ങനെ കാണാം? 640 ഡിവൈഡഡ് ബൈ 10 ഏതാ? അല്ലത് മൊത്തം 1440 സോറി തെറ്റിപ്പോയ. സോറി ശക്തി.
1440 അപ്പോൾ എങ്ങനെയാണ് ഡിവൈഡഡ് ബൈ 1440 ഇൻറ്റു എത്രയാണ് 1080 എത്ര വരും 480. ഓക്കെ, ഇനി സെമി സ്കിൽഡിൻ്റെ 480 ഡിവൈഡഡ് ബൈ 1440 ഇൻറ്റു 1080 360. അൺസ്കിൽഡിൻ്റെ 320 ഡിവൈഡ് ബൈ 1440 ഇൻറ്റു 240. ഓക്കെ അല്ലേ? ക്ലിയർ? ഇതിൻ്റെ ഒരു കോൺസെപ്റ്റ് നോട്ട് എഴുതാം അതിൻ്റെ അടിയിൽ തന്നെ. കോൺസെപ്റ്റ് നോട്ട് ഇത് എഴുതി കഴിഞ്ഞാൽ പറയൂടാ. പറയട്ടെ? നമ്മൾ ഉണ്ടാക്കുന്നത് ബൾബാണ്. ഒരു ബൾബ് ഉണ്ടാക്കാൻ എത്ര മണിക്കൂർ സ്റ്റാൻഡേർഡ് വേണം? 4. അപ്പോൾ എഴുതിക്കോ. സപ്പോസ് ടു പ്രൊഡ്യൂസ് 1 യൂണിറ്റ് 4 hours required. To produce 1 unit, 4 hours required. Which means in standard hour we could produce in standard hour എന്ന് വേണ്ട, in standard hour അല്ല, in actual hour ആണ്. സോറി, in actual hour we could produce എത്ര പ്രൊഡ്യൂസ് ചെയ്യും? ആക്ച്വൽ അവർ എത്ര? 2000 അല്ലേ? 2000 മറ്റേ ക്വസ്റ്റ്യൻ അല്ലേ? ഇവിടെ എത്ര? 1440 അല്ലേ ആക്ച്വലി? ഡിവൈഡഡ് ബൈ എത്രയാണ്? 4 hours. അപ്പോൾ എത്ര വരും? 360 യൂണിറ്റ്. ഇത്രയാണ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുക അല്ലേ? ബട്ട് ആക്ച്വലി they produced എത്രയും 1080 ഡിവൈഡഡ് ബൈ 4 എത്ര വരും? 270. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടുത്തെ ആക്ച്വൽ ഔട്ട്പുട്ട് എത്രയാണ്? 270. സ്റ്റാൻഡേർഡ് എത്രയാണ്? 360. ഓക്കെ അല്ലേ? അപ്പോൾ മുകളിലുള്ള സ്റ്റാൻഡേർഡ് therefore standard hour is equal to 640 ഡിവൈഡഡ് ബൈ 360 ഇൻറ്റു 270. 640 ഡിവൈഡഡ് ബൈ 360 ഇൻറ്റു 270 എത്രയാണ്? 480. അപ്പോൾ ഈ 640 എന്ന് പറഞ്ഞാൽ എത്ര യൂണിറ്റിനുള്ളതാണ്? 360. പക്ഷെ ആക്ച്വൽ എത്ര യൂണിറ്റ് ഉണ്ടാക്കിയുള്ളൂ? 270. മക്കളെ തന്നെയല്ലേ മുകളിൽ നമ്മൾ ചെയ്ത കാൽക്കുലേഷൻ? കണ്ട ഈ ഒരു കാൽക്കുലേഷനല്ലേ ഈ സാധനം അല്ലേ? ഇതിൽ 1080 റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് ഇത് 270. 1440 റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് 360. അവിടെ അതെടുത്ത് ഇവിടെ നമ്മൾ അതിനെ രണ്ടിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്തെടുത്തു? 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് എടുത്തു. ഓക്കെ അല്ലേ? എക്സാമിനേഷൻ ഇങ്ങനെ ഒരു നോട്ടിൻ്റെ ആവശ്യമില്ല, നിങ്ങളുടെ അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടി മാത്രമാണ്. ഓക്കെ, യെസ്, അത്രേ ഉള്ളൂ. അപ്പം ഞാൻ അടുത്ത ഏതാണ്? ഇത് സ്കില്ലല്ലേ? ഇനി സെമി സ്കില്ല് എങ്ങനെ കാണാം? കണ്ടോ? എല്ലാം കണ്ടു വെച്ചോ. 480 ഡിവൈഡഡ് ബൈ 360 ഇൻറ്റു 270.
അടുത്തത് 320 ഡിവൈഡഡ് ബൈ 360 ഇൻറ്റു 270. അതാണ് അൺസ്കിൽഡ്. സെമി സ്കിൽഡ് എത്രയൊക്കെ വരും? മുകളിലത്തെ പോലെ 360ഉം 240 കിട്ടുന്നുണ്ടോ? ഉണ്ടോ? അപ്പോൾ കഴിഞ്ഞു. ഇനി ഒരു സാധനം കണ്ടെത്തിയ പരിപാടി കഴിഞ്ഞു. ഏതാ? റിവൈസ്ഡ് ആക്ച്വൽ ഹൗ. കാണാം. വർക്കിംഗ് നോട്ട് നമ്പർ ഏതാ? 4. റിവൈസ്ഡ് ആക്ച്വൽ അവർ. എന്താ ഇൻ്റർപ്രിട്ടേഷൻ? ആക്ച്വൽ അവർ ഏതാണ്? സ്റ്റാൻഡേർഡ് മിക്സ്. ആക്ച്വൽ അവർ അറിയാം, 1440. സ്റ്റാൻഡേർഡ് മിക്സിൽ കൊടുക്കണം അല്ലേ? ഏതാണ് ആ മിക്സ്? സ്റ്റാൻഡേർഡ് അവർ കണ്ട മിക്സ് എടുത്താൽ മതി. ഇതാ 16:12:8 എടുത്താൽ പോരെ അല്ലേ? 16:12:8 16:12:8. അപ്പോൾ 20:36 ടോട്ടൽ വരും അല്ലേ? 1440 ഇൻറ്റു 16 ഡിവൈഡ് ബൈ 36. 1440 ഇൻറ്റു 12 ഡിവൈഡ് ബൈ 36. 1440 ഇൻറ്റു 8 ഡിവൈഡ് ബൈ 36. എത്ര വരും? 640, 480, 320. ഓക്കെ അല്ലേ? ഇനി പ്രശ്നങ്ങളൊന്നുമില്ല. ഇനി ഡയറക്റ്റ് അപ്ലൈ ചെയ്തൂടെ? സ്റ്റെപ്പ് 1 എല്ലാം ഏറ്റവും ആയില്ലേ? പറ. സ്റ്റെപ്പ് 1 എന്താ മക്കളെ? സ്റ്റെപ്പ് 1 കമ്പ്യൂട്ടേഷൻ ടേബിൾ. ഏതാ? 1, 2, 3, 4. സ്റ്റാൻഡേർഡ് അവർ ഇൻറ്റു പറയും സ്റ്റാൻഡേർഡ് റേറ്റ്. ആക്ച്വൽ അവർ ഇൻറ്റു ആക്ച്വൽ റേറ്റ്. ആക്ച്വൽ അവർ ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ്. റിവൈസ്ഡ് ആക്ച്വൽ അവർ ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ്. സ്കിൽഡ് ഉണ്ട് അല്ലേ? സ്കില്ലിൻ്റെ സ്റ്റാൻഡേർഡ് അവർ എത്രയാണ്? 480 ഇൻറ്റു 60 ആണ്. സെമി സ്കിൽഡിൻ്റെ 360 ഇൻറ്റു 30. നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്തോ കേട്ടോ. ഞാൻ ഫൈനൽ സാധനം മാത്രം ഇവിടെ ലാസ്റ്റ് എഴുതിയിടാം. ഇടയിലുള്ള കാൽക്കുലേഷൻ ടോട്ടൽ എമൗണ്ട് മാത്രം. labor cost variance.
ഓക്കെ, ഫൈനൽ ആൻസർ ഇങ്ങനെ കിട്ടും, നിങ്ങൾ ചെക്ക് ചെയ്തോളൂ. It will be perfect. Okay.